Download now. CC Learning app. ഹായ് ഓൾ, ഞാൻ ഏറ്റവും സന്തോഷത്തോടു കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഇപ്പോൾ സെറ്റ് എക്സാമിൻ്റെ റിസൾട്ട് വന്നു അല്ലേ? പൊതുവെ കേരളത്തിൽ സെറ്റ് എക്സാമിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. വിശേഷതമാനം ഏറ്റവും കുറവ് തന്നെയായിരിക്കും ഏതൊരു സബ്ജക്റ്റ് എടുത്ത് നോക്കി കഴിഞ്ഞാലും. പക്ഷേ ഞങ്ങൾ CC സംബന്ധിച്ച് ഞങ്ങൾ എഴുതുന്ന അല്ലെങ്കിൽ ഞങ്ങളുടെ കുട്ടികൾ ഏറ്റവും മികച്ച റിസൾട്ട് തന്നെയാണ് ഓരോ തവണയും CCക്ക് നൽകുക. ഇത് ഒന്നോ രണ്ടോ തവണയല്ല, എത്രയോ വർഷമായിട്ട് റിപ്പീറ്റ് ചെയ്യുന്നതാണ്. ഇവിടെ CCയിൽ സെറ്റിൻ്റെ ഒരു ബാച്ച് ആരംഭിച്ച വർഷം മുതലേ നമുക്കറിയാവുന്ന കാര്യമാണ്. കാരണം അന്ന് മുതലേ ഉള്ളൊരു ഫാക്കൽറ്റി എന്ന നിലയിൽ എനിക്ക് വളരെ വ്യക്തമായിട്ട് പറയാൻ സാധിക്കും, സെറ്റിന് ഏറ്റവും നല്ല റിസൾട്ടാണ് CCക്കുള്ളത് അല്ലേ? അപ്പോൾ എന്തുകൊണ്ടാണ് മറ്റുള്ള സ്ഥാപനങ്ങളെ അപേക്ഷിച്ച് ഞങ്ങൾ CCക്കാർക്ക് മാത്രം ഇത്രയും നല്ലൊരു റിസൾട്ട് കിട്ടുന്നത്? എന്തോ ഒരു ഫാക്ടർ ഉണ്ടാവും അതിന്റെ പിന്നിലല്ലേ? തീർച്ചയായിട്ടും ആ ഫാക്ടർ എന്ന് പറയുന്നത് ഒരു മികച്ച സ്റ്റഡി പ്ലാൻ ആണ്. അടുത്ത ബാച്ചിലോട്ടുള്ള അല്ലെങ്കിൽ 90 ഡേയ്സ് ബാച്ചിലോട്ടുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബാച്ചിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഒരു ക്രിസ്പി ആയിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് നൽകും. ഇതിനകത്ത് നിങ്ങൾക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ മാത്രം. നമുക്കറിയാം സെറ്റിന്റെ സിലബസ് എന്ന് പറയുന്ന ഒരു വാസ്റ്റ് സിലബസ് ആണ് അല്ലെ? ഇപ്പോൾ ഏത് സബ്ജക്റ്റ് എടുത്തു കഴിഞ്ഞാലും വളരെ വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് നമുക്ക് പഠിക്കാനുള്ളത്. അത്രയും സിലബസ് അങ്ങനെ തന്നെ പഠിച്ച് എക്സാം എഴുതുക എന്ന് പറയുന്നത് അത് കുറച്ച് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ 2 വർഷം കൊണ്ട് പഠിച്ച കാര്യങ്ങളാണ്. 2 വർഷം കൊണ്ട് പഠിച്ച കാര്യങ്ങളാണ് നമ്മൾ ഈ 6 അല്ലെങ്കിൽ 90 ഡേയ്സ് കൊണ്ട് 3 മാസം കൊണ്ട് പഠിച്ചെടുക്കേണ്ടത്. അപ്പം നമുക്കറിയാം അത്രയും സിലബസിനെ അതുപോലെ തന്നെ പഠിച്ച് ഫലിപ്പിക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. പഠിക്കേണ്ട കാര്യങ്ങൾ ഒരു എക്സാം ഓറിയന്റഡ് ആയിട്ട് പഠിച്ചാൽ മാത്രമാണ് സെറ്റ് എക്സാം ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കുക. അല്ല, നിങ്ങൾ ചിലപ്പോൾ സെൽഫ് സ്റ്റഡി നടത്തുന്ന കുട്ടികളാവാം അല്ലെ? കഴിഞ്ഞ 1, 2, 3, 4 തവണയൊക്കെ സെറ്റ് എക്സാം എഴുതിയിട്ടുള്ളവരുമാവാം അല്ലെ? പക്ഷേ എന്തെങ്കിലും ഒരു ഫാക്ടറുണ്ട്, നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ എന്നാലും ചില കാരണങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ പല കാരണങ്ങൾ കൊണ്ടാവും സെറ്റ് എക്സാം പാസ്സാകുന്നത്. അതിനകത്ത് ഒരു മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് എത്രമാത്രം ക്വസ്റ്റ്യൻസിനെ നിങ്ങൾ അഭിമുഖീകരിക്കുന്നു അല്ലെങ്കിൽ എത്രമാത്രം ക്വസ്റ്റ്യൻസിലൂടെ നിങ്ങൾ കടന്നു പോകുന്നു, അത്രമാത്രം ഈസി ആയിരിക്കും ആ എക്സാം എന്ന് പറയുന്നത്. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെ സെറ്റ് എക്സാമിന്റെ നമ്മളിവിടെ ഒരു സക്സസ് മീറ്റ് വെച്ചു. അപ്പോൾ സക്സസ് മീറ്റിൽ അവിടെ കുട്ടികൾ ഇപ്പോൾ ഒരു സബ്ജക്റ്റിന് മാത്രമല്ല ഏതൊരു സബ്ജക്റ്റ് എടുത്തു കഴിഞ്ഞാലും ആ കുട്ടികളെല്ലാം പൊതുവായിട്ട് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഡിസ്കസ് ചെയ്ത പല ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ആ എക്സാമിന് വന്നു എന്നുള്ളതാണ്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻസ് ഒരു തവണയായിരിക്കില്ല ചിലപ്പോൾ അവരത് ആൻസർ ചെയ്തിട്ടുണ്ടാവുക. പല തവണ പല ലൈവുകളിലൂടെ എന്ത് ചെയ്തിട്ടുണ്ടാവും, ആ കുട്ടികൾ അത് ആൻസർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ വളരെ ഫെമിലിയർ ആയിരിക്കും. അത് വളരെ ഈസി ആയിട്ട് അവർക്ക് ക്രാക്ക് ചെയ്യാനും സാധിക്കും അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും ഏറ്റവും മികച്ച രീതിയിൽ പഠിക്കുക എന്ന് പറയുന്നതാണ് ഒരു സെറ്റ് എക്സാമിലോട്ട് അല്ലെങ്കിൽ അതിന്റെ വിജയത്തിലോട്ട്. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് സെറ്റ് എക്സാം ക്ലിയർ ചെയ്യുന്നതെന്ന് ഒരു ചോദ്യം ഉണ്ടാവും അല്ലെ? ഇനി ഒരു HSST എക്സാം വരാനില്ലല്ലോ, ഇപ്പൊ നിലവിലൊരു HSST എക്സാംസിനുള്ള സമയമായി അല്ലെ? അപ്പോൾ തീർച്ചയായിട്ടും ഇനി നമ്മൾ കാത്തിരിക്കുന്നത്, കാരണം ഒരു NBHSC എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വരാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം പാസ്സാകാനായിട്ടല്ല ഇരിക്കേണ്ടത്. പകരം എന്ത് ചെയ്യണം, ഇപ്പോഴേ എന്ത് ചെയ്തോണം, അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ആരംഭിച്ചോണം അല്ലെ? തീർച്ചയായിട്ടും സെറ്റ് എക്സാം ക്ലിയർ ചെയ്യുക എന്ന് പറയുന്നത് ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട്, നിങ്ങളൊരു B.Ed പഠിച്ച് അല്ലെങ്കിൽ നിങ്ങളൊരു MSc പഠിച്ച് B.Ed പാസ്സായിട്ടുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിൽ എല്ലാവർക്കും ഉണ്ടാവും അല്ലെ, ഒരു ഹയർ സെക്കൻഡറി അധ്യാപിക ആകുക എന്നുള്ളൊരു സ്വപ്നം അല്ലെ? തീർച്ചയായിട്ടും ആ സ്വപ്നത്തിന് ഒരു രീതിയിലും മങ്ങലേൽക്കേണ്ട ആവശ്യമില്ല. സെറ്റ് എക്സാം പാസ്സാകുക എന്നുള്ളതാണ് അതിന്റെ ആദ്യ പടി എന്ന് പറയുന്നത്. പിന്നെ നിങ്ങളെ പിന്തിരിപ്പിക്കുന്ന കുറേയധികം ഘടകങ്ങളുണ്ടാവും അല്ലെ? ഈ സെറ്റ് എക്സാം പാസ്സാകണോ, K1 പാസ്സാകണോ, K2 പാസ്സാകണോ, K3 പാസ്സാകണോ എന്നല്ല. തീർച്ചയായിട്ടും സെറ്റ് എക്സാം പാസ്സാകേണ്ടത് നമ്മുടെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം തന്നെയാണ്. കാരണം എന്താണെന്നല്ലേ, തീർച്ചയായിട്ടും 2029 ഖാദർ കമ്മിറ്റി നിലവിൽ വരും. ഖാദർ കമ്മിറ്റി നിലവിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു HSA പോസ്റ്റ് ഉണ്ടാവുമോ എന്ന് പോലും നമുക്ക് അറിയാനായിട്ട് സാധിക്കില്ല അല്ലെ? പക്ഷെ അപ്പോഴും ഒരു മാറ്റങ്ങളും ഇല്ലാതെ തുടരുന്ന ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് ഏത് പോസ്റ്റ് തന്നെയായിരിക്കും? HSST തന്നെയായിരിക്കും. അതുകൊണ്ട് സെറ്റ് എക്സാം എത്രയും പെട്ടെന്ന് ക്ലിയർ ചെയ്യുക, അല്ലാതെ ഒരു നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷമല്ല അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടത്. അപ്പോൾ ഇനി നിങ്ങളുടെ മുമ്പിൽ 90 ഡേയ്സ് ടൈമുണ്ട്. ഈ 90 ഡേയ്സിനുള്ളിൽ ഏറ്റവും എഫക്റ്റീവായ രീതി എന്ന് പറയുന്നത് ഒരു സെൽഫ് നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്ത് പഠിക്കാനുള്ളതാണ് അല്ലെ? അപ്പോൾ തീർച്ചയായിട്ടും ഈ 90 ഡേയ്സ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, സെൽഫ് നോട്ടൊക്കെ ഉണ്ടാക്കി വളരെ ആസ്വദിച്ച് പഠിക്കാനുള്ള സമയമാണ്. ഒരു 2-3 മണിക്കൂർ മാത്രമേ നിങ്ങളിപ്പോൾ ഈ 90 ഡേയ്സ് കൊണ്ട് അല്ലെങ്കിൽ 90 ഡേയ്സിനകം നടക്കുന്ന എക്സാമിന് വേണ്ടി നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ട ടൈം എന്ന് പറയുന്നത് അല്ലെ? ഒരു ദിവസം 3 മണിക്കൂറെങ്കിലും പഠിക്കാൻ സമയമില്ലാത്തവരാരും ഒരു ഹയർ സെക്കൻഡറി അധ്യാപികയാകാൻ സ്വപ്നം കാണില്ലല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ദിവസം 3 മണിക്കൂർ മാത്രം പഠിച്ചാൽ മതി. ആ 3 മണിക്കൂർ പഠിക്കുന്ന സമയം ഏറ്റവും നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാം. ധൈര്യമായിട്ട് CCയിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ 90 ഡേയ്സ് ബാച്ചിലോട്ട് ജോയിൻ ചെയ്യാം. ഈ 90 ഡേയ്സ് ബാച്ചിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, അതിപ്പോൾ നോട്ട്സ് ആയിക്കോട്ടെ, PPT ആയിക്കോട്ടെ, ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ, മോഡൽ ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ, അങ്ങനെ വേണ്ട നിങ്ങൾക്ക് എന്തെല്ലാമാണോ ആ എക്സാമിന് ആവശ്യമായിട്ടുള്ളത് ആ കാര്യങ്ങളെല്ലാം ഞങ്ങൾ നിങ്ങൾക്ക് ക്രിസ്പി ആയിട്ട് നൽകി. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക് യു.